ഹലോ എവ്രി വൺ, ഞാനിന്ന് പുതിയൊരു എക്സാം നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, അതായത് UPSC നടത്തുന്ന സെൻട്രൽ പോലീസ് ആംഡ് ഫോഴ്സിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ അസിസ്റ്റൻറ്റ് കമാൻഡോ പോസ്റ്റിലേക്ക് ഒഴിവുകൾ വന്നപ്പോൾ അവർ വിളിച്ച ഒരു ജോബ് നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെയാണ് ചെയ്യുന്നത്. UPSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇത് കണ്ട് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മുടെ SSC RRB ഒക്കെ പഠിക്കുന്നവർക്കറിയാം, അവർക്കൊരു പ്രത്യേകതരം വെബ്സൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ UPSC-കാർക്കും എന്തുണ്ട്, ഒരു പ്രത്യേകതരം വെബ്സൈറ്റ്സ് ഉണ്ട്. www.upsconline.nic.in എന്ന് പറഞ്ഞ ഈ വെബ്സൈറ്റിൽ വേണം നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് കാണാം, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ഓഫീസിലേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമുക്ക് GD ക്കൊക്കെ കണ്ട് പരിചയമുള്ളതാണ്. നമ്മുടെ BSF, CRPF, അതുപോലെ തന്നെ CISF പോലുള്ള പോസ്റ്റുകളിലേക്ക് അവരെന്ത് ചെയ്യുന്നത്, അസിസ്റ്റൻറ്റ് കമാൻഡോ പോസ്റ്റിലേക്കാണ്, നല്ല പോസ്റ്റിലേക്കാണ്, അതായത് കമ്മീഷണർ വരെ എത്തുന്ന അത്രയും ലെവൽ കൂടിയ പോലീസ് പോസ്റ്റിലേക്കാണ് അവരിപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, വിളിച്ചത്. AC പോസ്റ്റ് എന്ന് നമ്മൾ പറയും. AC പോസ്റ്റിലേക്കാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, വേക്കൻസീസ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത്, അപ്പോൾ ആ ഒരു സൈറ്റ് എന്ന് പറയുന്നത് www.upsconline.nic.in നിങ്ങൾ എന്ത് ചെയ്യണം, ഓൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, ഈ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിനെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡേറ്റ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ എക്സാമിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. 14 മെയ് 2024, അതായത് മെയ് 14 ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. എത്ര മണി വരെ? 6 മണിക്കൂർ, 6 മണി. പക്ഷേ എന്ത് ചെയ്യുക, ലാസ്റ്റ് നിമിഷമൊന്നും നിങ്ങൾ കാത്തിരിക്കരുത്. മെയ് ഒരു 5 തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമൊക്കെ രജിസ്റ്റർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. ഓൺലൈൻ ആപ്ലിക്കൻസ് വിളിച്ചിരിക്കുന്നത് 14 മെയ് 2024 ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലേക്ക് നോക്കാം. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഉടനെ തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങിക്കോളൂ. 14 മെയ്യിലാണ് ലാസ്റ്റ് ഡേറ്റ് വിളിച്ചിട്ടുള്ളത്. ഇനി എക്സാമിൻ്റെ കുറേ പാറ്റേൺസ് ആണ് ഇവിടെ പറയുന്നത്. എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് എവിടത്തേക്കാണ്, AC പോസ്റ്റിലേക്കാണ്. ഗ്രൂപ്പ് A പോസ്റ്റായ AC പോസ്റ്റ്, അസിസ്റ്റൻറ്റ് കമാൻഡോ എന്ന് പറയുന്ന പോസ്റ്റ്. ഇതിൽ നിന്ന് പ്രൊമോഷൻ കിട്ടുന്നവരാണ് ഡെപ്യൂട്ടി കമാൻഡോസ് ആവുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഏറ്റവും എന്താണ് വലിയ പോസ്റ്റിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സംഭവമാണ് വിളിച്ചിരിക്കുന്നത്. അതിലേക്ക് ഇപ്പോൾ നമുക്കറിയാം BSF, CRPF, ഈ കാണുന്നില്ലേ, ഈ ടെൻറ്റേറ്റീവ് വേക്കൻസിക്ക് വേണ്ടിയാണ് ഇപ്പോൾ എന്ത് ചെയ്ത് നിൽക്കുന്നത്, ഈ ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള. BSF ഉണ്ട്, വേക്കൻസീസ് ഉണ്ട്, CRPF-നുണ്ട്, CISF-നുണ്ട്, ITBP-ക്കുണ്ട്, SSB-ക്കുണ്ട്. ഇതെല്ലാം എന്താണ്, അത്യാവശ്യം നല്ല പോസ്റ്റുകൾ തന്നെ, ഓഫീസർ റാങ്ക് പോസ്റ്റുകളാണ്. 506 വേക്കൻസീസാണ് എല്ലാത്തിനും കൂടെ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഉടനെ തന്നെ അപ്ലൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു കമ്മീഷണർ പോസ്റ്റ് പോലെയുള്ള പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഉടനെ തന്നെ വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ 14 മെയ്യിന് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് തുടങ്ങുക. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയാണ് ടെൻറ്റേറ്റീവ് വേക്കൻസീസ് വിളിച്ചിട്ടുള്ളത്. ഇതിനൊക്കെ വേണ്ടിയാണ്. 506 വേക്കൻസി ഉണ്ട്, കുറഞ്ഞ നമ്പറല്ല. നല്ലപോലെ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അതിൽ കയറാൻ കഴിയും. ഇനി അടുത്ത സെൻറ്റേഴ്സ് ആണ് പറയുന്നത്. നമ്മുടെ കേരളയിൽ 2 സെൻറ്റേഴ്സാണ് വരുന്നത്. കേരളയുടെ 2 സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ സ്വന്തം നാടായ എവിടെയാണ്, തിരുവനന്തപുരത്തും ഉണ്ട്, അതുപോലെ തന്നെ എവിടെയും ഉണ്ട്, കൊച്ചിയിലും എന്ത് ചെയ്തിട്ടുണ്ട്, വാക്കൻസീസ് നമുക്ക് സെൻറ്റർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, എക്സാം എഴുതാൻ പറ്റും. അതുപോലെ തന്നെ നിയർ ബൈ സെൻറ്ററായിട്ട് ചെന്നൈ ഉണ്ട്, പിന്നെന്താ ബാംഗ്ലൂരുണ്ട്, അതുപോലെ ഡൽഹിയിലൊക്കെ സെൻറ്റേഴ്സ് ഉണ്ട്. എല്ലായിടത്തും, ഹൈദരാബാദിലൊക്കെ സെൻറ്റേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് എവിടെയാണോ അടുത്തത്, അതായത് നമ്മുടെ കേരളയിൽ എന്തായാലും തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കൊച്ചിയിലേ ഉള്ളൂ. പിന്നെ മധുരൈ അങ്ങോട്ടൊക്കെ സ്ഥലങ്ങളിൽ, ചെന്നൈയിലൊക്കെ ഉണ്ട്. എവിടെയാണോ നിങ്ങൾക്ക് സൗകര്യം അവിടെ പോയി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യണം, ഈ എക്സാം അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് സെൻറ്റേഴ്സും കൂടെ വയ്ക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അത് നോക്കിക്കൊള്ളുക. ഇനി അടുത്ത് വരുന്നത് ഇതിൻ്റെ കണ്ടീഷൻസ് പറയുന്നുണ്ട്. നാഷണാലിറ്റി ഇന്ത്യനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. സെക്സ് എന്ന് പറഞ്ഞാൽ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽസ്. ഈ ഒരു AC പോസ്റ്റ് ആണെങ്കിൽ പോലും 2 പേർക്കും, ഫീമെയിൽസിനും ഉണ്ട് മെയിൽസിനും എന്തുണ്ട്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. ഇനി ഏജ് ലിമിറ്റാണ് നമുക്ക് നോക്കാനുള്ളത്. ഏജ് ലിമിറ്റ് നോക്കിക്കോളൂ. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 20 to 25 ഇയേഴ്സ് ആണ്. 20 to 25 ഇയേഴ്സ് ആണ് ജനറൽ കാസ്റ്റ് പോലെ, അതായത് UR കാറ്റഗറിക്ക്, ജനറൽ കാറ്റഗറിക്ക് 20 to 25 ആണ് പറയുന്നത്. അതേസമയം അവരെന്താണ്, SC ST കാൻഡിഡേറ്റ് ആണെങ്കിൽ
SC ST കാൻഡിഡേറ്റ് ആണെങ്കിൽ ഒരു റിലാക്സേഷൻ 5 ഇയേഴ്സിൻ്റെ റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട്. അതായത് 20-25 ആണെങ്കിൽ ഒരു 5 വർഷം കൂടെ കൂട്ടി 30 വയസ്സ് വരെ ഉള്ളവർക്ക് SC ST കാരിൽ നിന്ന് എഴുതാൻ പറ്റും. 20 to 30 ആണ് SC ST ക്ക് എഴുതാൻ പറ്റുന്നത്. അതേസമയം OBC ആണെങ്കിൽ അതർ ബാക്ക്വേർഡ് ക്ലാസ്സസിൽ വരുന്നവരാണെങ്കിൽ എത്ര വർഷത്തെ എലിജിബിലിറ്റി ഉണ്ടെന്ന് ചോദിച്ചാൽ 3 ഇയേഴ്സിൻ്റെ റിലാക്സേഷൻ പറയുന്നുണ്ട്. 3 ഇയേഴ്സിൻ്റെ റിലാക്സേഷൻ പറയുന്നുണ്ട്. അതായത് 20 to 25 ആണ് ജനറൽ കാറ്റഗറി എങ്കിൽ ഒരു 28 ഇയേഴ്സ് വരെ ആർക്ക് എഴുതാം? OBCയിലുള്ളവർക്ക് വേണ്ടി എഴുതാൻ പറ്റുന്നതാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഏജ് ലിമിറ്റ് നോക്കുക. ജനറൽ കാറ്റഗറിക്ക് ആണെങ്കിൽ 20 to 25, OBCക്ക് ആണെങ്കിൽ 20 to 28, SC STക്ക് ആണെങ്കിൽ 20 to അതുപോലെ 30 ആണ് പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക നിങ്ങൾ. ഇനി അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ സെലക്ഷൻ പ്രോസസ്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതെന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ് ഇനി മനസ്സിലാക്കേണ്ട. എന്താണ് വേണ്ടത്? ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ള എല്ലാ പേർക്കും ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. ബാച്ചിലേഴ്സ് ഡിഗ്രി, ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മിനിമം എന്ന് പറഞ്ഞാൽ ഏത് തന്നെയാണ്? ഡിഗ്രി ഉള്ള എല്ലാ പേർക്കും എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിഗ്രി ഉള്ള എല്ലാ പേർക്കും ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. പിന്നെ ഇതിൻ്റെ സിലബസ് പാറ്റേൺസ് ആണ് പറയുന്നത്. പിന്നെ ഫീസ് പറയുന്നുണ്ട്. ഫീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫീമെയിൽ കാറ്റഗറിക്കൊന്നും എന്തില്ല, പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഫീമെയിൽസ് SC ST കാറ്റഗറിക്ക് എന്തില്ല, ആപ്ലിക്കേഷൻ ഫീ ഇല്ല. അതേസമയം ബാക്കി അതർ കാറ്റഗറീസിന് എല്ലാവർക്കും മെയിലിനും ബാക്കിയുള്ള അല്ലാത്ത ജനറൽ കാറ്റഗറീസിനൊക്കെ 200 റുപ്പീസാണ് പറയുന്നത്. 200 ഇവിടെ കാണുന്നുണ്ടായിരിക്കും. 200 റുപ്പീസാണ് പറയുന്നത്. 200 രൂപയാണ് ഫീസ് പറയുന്നത്. ഫീമെയിൽസിനൊന്നും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. ലാസ്റ്റ് ഡേയിലേക്ക് വേണ്ടി കാത്തിരിക്കരുത്, ഉടനെ തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങുക. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ളത് ഉറപ്പായിട്ടും ഓൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തവർ അവരുടേതായ രജിസ്റ്റർ നമ്പർ വെച്ച് എന്ത് ചെയ്യണം? UPSCയിലും ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കയറാൻ പറ്റുമെന്നാണ് പറയുന്നത്. ലാസ്റ്റ് ഡേറ്റ് ഇവിടെ വീണ്ടും കൊടുത്തിട്ടുണ്ട്. 14 മെയ് 2024 ലാസ്റ്റ് ഡേറ്റ് പറയുന്നത്. ഇനി അടുത്ത അതർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ എക്സാം റിട്ടൺ. നിങ്ങൾ ഏറ്റവും വലിയ കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ SSC RRB പോലെ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ അല്ല UPSCക്ക് വരുന്നത്. നമ്മുടെ റിട്ടൺ എക്സാമിനേഷനാണ്. എങ്ങനെയാണോ 10+2 ഒക്കെ നമ്മൾ ജയിച്ച് വന്നപ്പോൾ എഴുതിയത്, അതുപോലെ റിട്ടൺ എക്സാം പേനയും പേപ്പറും വെച്ചിട്ട് എഴുതേണ്ട എക്സാമിനേഷനാണ്. റിട്ടൺ എക്സാമിനേഷനാണ് ഏതിനുള്ളത്? UPSCയുടെ സെലക്ഷൻ പ്രൊസീജിയേഴ്സിൽ വരുന്നത്. അതിൻ്റെ ഫസ്റ്റ് ടയറിൽ എന്താണ്? റിട്ടൺ എക്സാമിനേഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. എന്താണ്? ഫസ്റ്റ് പേപ്പർ, 2 പേപ്പറുണ്ട്. പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. പേപ്പർ 1ൽ എത്ര മാർക്കാണ്? 250 മാർക്സ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. 10 മണി തൊട്ട് 12 ഒരു ദിവസം തന്നെയായിരിക്കും 2 പേപ്പർ നിങ്ങൾക്ക് എഴുതിയെടുക്കാനുള്ളത്. ഒറ്റ ദിവസം നിങ്ങൾക്ക് എക്സാമിനേഷൻ വിളിക്കും. ആ ദിവസം തന്നെ 2 പേപ്പറും എഴുതേണ്ട ആവശ്യമാണ് വരുന്നത്. പേപ്പർ 1 എത്ര മണി തൊട്ട് എത്ര മണി വരെ എന്ന് വെച്ചാൽ 10 മണി തൊട്ട് 12 മണിക്ക് ഇടയിൽ നിങ്ങൾ എഴുതി തീർക്കണം. അതേസമയം പേപ്പർ 2 എത്ര മണി തൊട്ടാണ്? 2 മണിക്കും 5 മണിക്കും ഇടയ്ക്ക് വെച്ച് എഴുതി തീർക്കണം. ടോട്ടൽ പേപ്പർ 1 250 മാർക്കിനാണ്. പേപ്പർ 1 250 മാർക്കിനാണ് പേപ്പർ 1. ജനറൽ എബിലിറ്റി അല്ലെങ്കിൽ ഇൻ്റലിജൻസ്, നമ്മുടെ നോർമൽ മെൻ്റൽ എബിലിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളാണ്. നമ്മുടെ എബിലിറ്റി, റീസണിങ് എബിലിറ്റിയെ കുറിച്ച് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത് 250 മാർക്കിന് പേപ്പർ 1 ആയിട്ട് ചോദിക്കുന്ന. അതേസമയം പേപ്പർ 2 എന്ന് പറയുന്നത് എന്താണ്? ഇതെന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. പേപ്പർ 1 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ പേപ്പർ 2 എന്ന് പറയുന്നത് essay ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. essay ആയിരിക്കും അവിടെ ചോദിക്കുന്നത്. essay ഓഫ് കോംപ്രഹെൻഷൻ, ജനറൽ സ്റ്റഡീസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക? റിട്ടൺ ആയിട്ട് എഴുതി കൊടുക്കണം. essay റൈറ്റിംഗ് പോലെ നമ്മൾ എന്ത് ചെയ്യുക? നല്ലപോലെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉള്ളവർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് റിട്ടൺ സ്കിൽസ് ഉള്ളവർക്ക് എഴുതാൻ പറ്റിയ, ലാംഗ്വേജ് സ്കില്ലുള്ളവർക്ക് എഴുതാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. അതാണ് അവിടെ പറയേണ്ടത്. അപ്പോൾ സെലക്ഷൻ പ്രൊസീജിയർ 1 എന്ന് പറയുന്നത് റിട്ടൺ എക്സാമിനേഷനാണ്. പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. പേപ്പർ 1 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും പേപ്പർ 2 എന്ന് പറഞ്ഞാൽ റിട്ടൺ എക്സാമിനേഷൻ, essay പോലെയുള്ള റിട്ടൺ പേപ്പർ പോലത്തെ ഇതാണ് വരുന്നത്. ഇനി അവിടെ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി അടുത്ത ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ജയിച്ചവർക്ക്, ഇത് കഴിഞ്ഞ് എഴുതി ജയിക്കുന്നവർക്ക് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഫിസിക്കൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റാണ്. അതായത് ഓടിയെടുക്കുക, ചാടിയെടുക്കുക എന്ന് പറയുന്ന ഫിസിക്കൽ സ്റ്റാൻഡേർഡ്, ഫിസിക്കൽ എഫിഷ്യൻസി, മെഡിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റാണ്. രണ്ടാമത്തെ ഈ ഒരു എക്സാം എഴുതി കഴിഞ്ഞ് ജയിക്കുന്നവർക്ക് കിട്ടുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ ഏതൊക്കെയുണ്ട്? 100 മീറ്റർ റേസ് ഉണ്ട്, 800 മീറ്റർ റേസ് ഉണ്ട്, ലോങ് ജമ്പ് ഉണ്ട്, ഷോർട്ട് പുട്ട് ഉണ്ട്. ഇത്രയാണ് വരുന്നത്. ലോങ് ജമ്പ് ഉണ്ട്, ഷോർട്ട് പുട്ട് ഉണ്ട്,
അതുപോലെ മെയിൽസിന് എന്താണ് ഇത്ര സമയം കൊടുത്തിട്ടുണ്ട് 16 സെക്കൻഡ്, കുറച്ച് സമയം കുറവാണ്. ഫീമെയിൽസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പം മെയിൽസിന് എന്താണ് കുറച്ച് സമയം കുറവാണ്. അത് നിങ്ങൾ വ്യക്തമായിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണുള്ളത്. അതിൽ ഷോർട്ട് പുട്ട് ആർക്കില്ല? ഫീമെയിൽസിനില്ല. ഫീമെയിൽസിന് 100 മീറ്ററും 800 മീറ്ററും അതുപോലെ ലോങ് ജമ്പും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാറ്റഗറീസ് ആണ് വരുന്നത്. അത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഫിസിക്കൽ ടെസ്റ്റ് മനസ്സിലാക്കുക. റിട്ടൺ എക്സാമിനേഷൻ ജയിക്കുന്നവർക്കാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത്രയാണ് അതിൽ പറയാനുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് തേർഡ് ലെവലായിട്ട് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് പോലെ ഒരു റിവ്യൂ ബോർഡ് കാണും. നിങ്ങൾക്ക് ഇൻ്റർവ്യൂ എടുക്കുന്ന പോലെ നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് അറിയാൻ വേണ്ടിയായിട്ടുള്ള കാര്യമാണ്. അത് കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ജോലി കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഒരു മെയിൻ കണ്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഏജ് ലിമിറ്റിൻ്റെ കാര്യം പറഞ്ഞു. ബാക്കി എന്തൊക്കെയാണ് സിലബസ്, എങ്ങനെയാണ് റിട്ടൺ എക്സാമിനേഷൻ വരുന്നത്, സിലബസ് ഇവിടെ പറയുന്നുണ്ട്. നോർമൽ നമ്മുടെ ജനറൽ മെൻ്റൽ എബിലിറ്റി പറയുന്നുണ്ട്, ജനറൽ സയൻസ് വരുന്നുണ്ട്, കറണ്ട് ഇവൻറ്റ്, നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. നമ്മൾ നോർമലി എങ്ങനെയാണോ പൊളിറ്റിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, ജനറൽ സ്റ്റഡീസ് അതൊക്കെ പഠിക്കുന്നത് അതേ സിലബസ് തന്നെയാണ്. നമ്മുടെ നോർമലി നമ്മൾ കണ്ടു കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെ. UPSCയുടെ ഒരു ബുക്ക് വാങ്ങിച്ച് പഠിക്കുന്നവർക്കൊക്കെ ഇതെന്ത് ചെയ്യാം? നല്ലപോലെ ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്ത് തുടങ്ങുക. ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. മെയ് 14 വരെ ലാസ്റ്റ് ഡേറ്റ് ഉള്ളൂ. അതുകൊണ്ട് അതിന് മുന്നേ തന്നെ അപ്ലൈ ചെയ്ത് തീർക്കുക. അപ്പോൾ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ സംശയങ്ങൾ അറിയിക്കാവുന്നതാണ്. താങ്ക് യു.